ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം, എക്സ്പ്ലനേഷൻ അടക്കം ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് 6 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തത് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ജോയിനിങ് ആംഗിൾസ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങളിവിടെ പിക്ചർ കണ്ടല്ലോ. ഇതിൽ ചോദ്യം എന്താണ്? ചിത്രത്തിൽ കോൺ പി ക്യു ആർ 140 ഡിഗ്രി എങ്കിൽ കോൺ ക്യു ആറിൻ്റെ അളവ് എത്ര? ഏതെങ്കിലും ഒരു രേഖീയ ജോഡി കണ്ടെത്തുക. കോൺ ആർ ഒ ടി ഈക്വൽ ടു 90 ഡിഗ്രി ആയാൽ കോൺ ടി ഒ എസ് എത്ര? കോൺ പി ഒ ആർ, കോൺ പി ഒ എസ് എന്നിവയ്ക്ക് തുല്യമായ കോണുകൾ കണ്ടെത്തുക. ഇൻ ദ ഫിഗർ ആംഗിൾ പി ഒ ആർ 140 ആണ്. ആംഗിൾ പി ഒ ആർ എന്നത് 140 ആണ്. ഫൈൻഡ് ആംഗിൾ ക്യു ഒ ആർ. അപ്പോൾ ആംഗിൾ ക്യു ഒ ആർ ഈ ഒരു ആംഗിളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ നമുക്കറിയാം. ദിസ് ഈസ് ദ ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ആംഗിളും കൂട്ടിയാൽ എത്ര ഉണ്ടാവും? 180 ഡിഗ്രി ഉണ്ടാവും. അപ്പോൾ ഇത് 140 ഡിഗ്രിയാണ്, ഇത് മൊത്തത്തിൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള രേഖീയ ജോഡി കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 180 നിന്ന് 140 കുറച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ്? 40 ഡിഗ്രി. അപ്പോൾ ഇവിടെ എത്രയാണ്? 40 ഡിഗ്രി. ഇതെങ്ങനെയാണ് കിട്ടിയത്? ഇതെന്ന് പറയുന്നത് ലീനിയർ പെയറാണ്. ലീനിയർ പെയറുടെ ആംഗിളുടെ സം എത്രയാണ്? 180 ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ്. ഇത് രണ്ടും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൽ ഒന്ന് 140 തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേത് കണ്ടാൽ നമ്മൾ 180 നിന്ന് 140 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് 40 ഡിഗ്രി കിട്ടി. ഇനി നമ്മളവിടെ ചെയ്ത റൈറ്റ് ദ ലീനിയർ പെയർ ഫ്രം ദ ഫിഗർ. അപ്പോൾ നമുക്ക് ഈ രണ്ടിൻ്റെയും ലീനിയർ പെയർ ആയി. ഇതാണ് ആംഗിൾ പി ഒ ആർ ഒരു ലീനിയർ പെയറാണ്. ആംഗിൾ ക്യു ഒ ആറും ഒരു ലീനിയർ പെയറാണ്. ഇത് രണ്ടും ഒരു ലീനിയർ പെയറാണ്. അപ്പോൾ നമുക്കതും ആൻസർ കിട്ടി. ഇനി ആർ ഒ ടി ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ ടി ഒ എസ് എത്രയാണ്? അപ്പോൾ ഇവിടെ ആർ ഒ ടി എന്ന് പറയുന്നത് ഏതാണ്? ആർ ഒ ടി ഇത് 90 ഡിഗ്രിയാണ്. അത് കണ്ടാൽ തന്നെ അറിയാം 90 ഡിഗ്രിയാണ്. അപ്പോൾ ഫൈൻഡ് ടി ഒ എസ്. ടി ഒ എസ് എന്ന് പറയുന്നത് ഏതാണ്? ടി ഒ എസ് അതും എന്താണ്? ഇത് 90 ഡിഗ്രി ആണെച്ചാൽ ഇതൊരു ലീനിയർ പെയർ അല്ലേ? അപ്പോൾ ഇതും 90 ഡിഗ്രി. അപ്പം എത്രയാണ്? ടി ഒ എസ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇനി ഫൈൻഡ് ആംഗിൾസ് ഈക്വൽ ടു ആംഗിൾ പി ഒ ആർ, ആംഗിൾ പി ഒ എസ്. ആംഗിൾ പി ഒ ആർ, ആംഗിൾ പി ഒ ആറിന് ഈക്വൽ ആയിട്ടുള്ളത് ഏതായിരിക്കും? ആംഗിൾ പി ഒ ആറിന് ഈക്വൽ ആയിട്ടുള്ളത് ഇതായിരിക്കും. ഇതാണ് ആംഗിൾ പി ഒ ആറിന് ഈക്വൽ ആയിട്ടുള്ളത്, അതായത് 140 ഡിഗ്രി. ഓക്കെ, ആംഗിൾ പി ഒ ടി. ഓക്കെ, പി ഒ ടി ആണ് ഇതിന് ആംഗിൾ ഈക്വൽ ആയിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പമാണ്. ഈ ലീനിയർ പെയർ രേഖീയ ജോഡി എന്ന കൺസെപ്റ്റ് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. അപ്പോൾ നിങ്ങൾ ആംഗിൾ കറക്റ്റ് അങ്ങോട്ട് നോക്കുക. ഓക്കെ, പിന്നെ ഇവിടെ 140 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇവിടെ 40 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് 40 ഡിഗ്രി ആണെന്ന് ഇതും 40 ഡിഗ്രി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, ജോഡികൾ തുല്യമായിരിക്കും. പിന്നെ ഇത് 90 ഡിഗ്രിയാണ്. മട്ടക്കോൺ അതാ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. ഈ ഒക്കെ ഒരു കൺസെപ്റ്റ് ഇതിലുള്ളൂ. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി നിങ്ങളാരും തെറ്റിക്കരുത്. ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. വേണുവിൻ്റെ കുടുംബത്തിലെ ഒരു മാസത്തെ വരുമാനം 12,000 രൂപ ചിലവായി. ഒരു മാസത്തെ വരുമാനത്തിൽ 12,000 രൂപയാണ് ചിലവായത്. വരുമാനം എത്രയാണ്? ആ വരുമാനത്തിൻ്റെ 12,000 രൂപ ചിലവായിട്ടുണ്ട്. ആ മാസത്തെ ചിലവിൻ്റെ പട്ടിക താഴെ കൊടുത്തിട്ട് ഭക്ഷണത്തിന് 30%, വസ്ത്രത്തിന് 15%, വിദ്യാഭ്യാസത്തിന് എത്രയാണെന്ന് ഇവിടെ എഴുതിയിട്ടില്ല, മറ്റുള്ളവ 35%. വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ് വിദ്യാഭ്യാസത്തിന് ചിലവാക്കുന്നത്? ഓരോ ഇനത്തിനും ചിലവായ തുക കണ്ടെത്തുക. വേണു സ്പെൻഡ് ₹12,000 ഫ്രം ഹിസ് മന്ത്ലി ഏർണിംഗ്സ് ഓൺ വാരിയസ് ഐറ്റംസ്. ഹിസ് എക്സ്പെൻഡിച്ചർ ഈസ് ഗിവൺ ബിലോ. ഐറ്റം ഫുഡ് 30%, ക്ലോത്ത് 15%, എഡ്യൂക്കേഷൻ തന്നിട്ടില്ല, അതേഴ്സ് 35%. What percentage of expenditure does he spend for education? Find the amount he spent for each item. അപ്പോൾ നമ്മൾ ആദ്യം എന്താ കണ്ടെത്തേണ്ടത്?
ആദ്യം നമ്മളോട് ചോദിക്കുന്ന വാട്ട് പെർസെൻറ്റേജ് ഓഫ് എക്സ്പെൻഡിച്ചർ ഡസ് ഈ സ്പെൻഡ് ഫോർ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷന് എത്രയാണ് ചിലവാക്കിയതെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് ഇതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് മൊത്തം 100 ഉണ്ടാവുക, 100% ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ 30 + 15 + 35 ഇത് നമ്മൾ കൂട്ടിയാൽ 30ഉം 15ഉം 45, 45ഉം 35ഉം 45ഉം 35ഉം 80 അല്ലേ. അപ്പോൾ ഇത് മൊത്തത്തിൽ എത്രയാണ്? 80 ആണ്. അപ്പോൾ ഇത് ആകെ ഉള്ളത് 100 100ൽ നിന്ന് 80 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടി 20% എന്ന് നമുക്ക് കിട്ടി അല്ലേ. 20% എന്ന് നമുക്ക് കിട്ടി. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് മൊത്തം എന്ന് പറയുന്നത് 100. അപ്പോൾ ഇതിൽ നിന്ന് 30, 15, 35 ഇത് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 20% കിട്ടി. അപ്പോൾ എഡ്യൂക്കേഷന് 20% 20% ആണ് ചിലവാക്കി. ഇനി ഫൈൻഡ് ദ എമൗണ്ട് ഹി സ്പെൻഡ് ഫോർ ഈച്ച് ഐറ്റം, ഓരോ ഐറ്റത്തിന് അദ്ദേഹം സ്പെൻഡ് ചെയ്തത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫുഡിന് അതായത് 12,000 അയാൾ സ്പെൻഡ് ചെയ്തത്. ഓക്കെ, 12,000 അയാൾ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് 12,000 എന്ന് ഇവിടെ എഴുതാം. അതിൽ നിന്ന് ആദ്യം അയാൾ ചിലവാക്കിയ എത്രയാണ്? 30% ഫുഡിനാണ് അയാൾ ചിലവാക്കിയത്. അപ്പോൾ നമുക്ക് 30/100 എന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം ഇവ 12,000 × 3. അപ്പോൾ നമ്മൾ 0 0 0 0 കട്ട് ചെയ്തു. പിന്നെ 1200 × 3. അപ്പോൾ എത്ര ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 1200 × 3 ചെയ്തപ്പോൾ നമുക്ക് 3600 കിട്ടി. ഇനി നമുക്ക് അടുത്തത് എന്താണ്? 3600 കിട്ടി. ഇനി നമുക്ക് അടുത്തത് ക്ലോത്താണ്. ക്ലോത്തിന് എത്ര ചിലവായി? ക്ലോത്തിന് നമുക്ക് നോക്കാം. നമുക്കെല്ലാം ഒന്ന് നോക്കാം. 12,000 × 15/100. അപ്പോൾ നമുക്ക് 0 0 കട്ട് ചെയ്തു. 120 × 15 എത്രയാണ്? 1800. അപ്പോൾ 1800 ക്ലോത്തിന് ചിലവായത്. ഇനി അടുത്തത് എഡ്യൂക്കേഷന് 20% നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 12,000 × 20/100 ചെയ്ത് നോക്കാം. 12,000 × 20/100. 12,000 × 20/100. അപ്പം 0 0 0 0 എഴുതും. 1200 × 2 2400. അപ്പോൾ എഡ്യൂക്കേഷന് 2400 ചിലവാക്കിയത്. ഇനി അതേഴ്സ് എക്സ്പെൻഡിച്ചർ ഇതിൽ നിന്ന് ലാസ്റ്റ് എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും, അതായത് 4800. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും കണ്ടുപിടിച്ചു. ഇനി ഇവിടെ എന്താണ്? വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഡസ് ദ ഈ സ്പെൻഡ് ഫോർ എഡ്യൂക്കേഷൻ, അതായത് എഡ്യൂക്കേഷൻ അയാൾ 20% സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ഫൈൻഡ് ദ എമൗണ്ട് ഫോർ ഈച്ച് ഐറ്റം, അതും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ 2 ചോദ്യങ്ങളും നമ്മൾ ചെയ്തു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദ ഫോളോയിങ് ബാർ റെപ്രസെൻറ്റ്സ് ദ ഡൊണേഷൻ ഗിവൻ ടു നവജീവൻ ചാരിറ്റി പ്രോഗ്രാം ബൈ സ്റ്റുഡൻസ് ഓഫ് ഡിവിഷൻ A and ഡിവിഷൻ B of 5 classes in school. Find the answers from the figure to be questions given below. What is the total amount given by class 6? How much more amount did the student of class 9 for charity than class 8? Which classes gave the same amount of donation? Find out. അപ്പോൾ ഇവിടെ ചോദ്യം തന്നിരിക്കുന്നത് നോക്കൂ. നവജീവൻ കരുണ പദ്ധതിയാണ് ഒരു സ്കൂളിലെ 5 ക്ലാസ്സുകളിൽ A ഡിവിഷനിലെയും B ഡിവിഷനിലെയും കുട്ടികൾ നൽകിയ സംഭാവന സൂചിപ്പിക്കുന്ന ചതുരചിത്രം. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യത്തിനായിട്ട് ഉത്തരം എഴുതാം. 6ാം ക്ലാസ്സിൽ നിന്നും സംഭാവന ചെയ്ത ആകെ തുക. അപ്പോൾ 6ാം ക്ലാസ് എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ, ഇതാണ് 6ാം ക്ലാസ്. 6ാം ക്ലാസ്സിൽ ഇവിടെ 1200 ഉണ്ട്, അതേപോലെ 1800 ഉണ്ട് അല്ലേ. 1200 1800 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 6ാം ക്ലാസ്സിൽ നിന്ന് സംഭാവന ചെയ്ത തുക നമ്മൾ കാണാൻ എന്താ ചെയ്യേണ്ടത്? 1200 + 1800 കൂട്ടുക. 1200 + 1800 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടി? 1200 + 1800. 0 0 10 ബാലൻസ് വന്ന് അപ്പോൾ 3000. ഓക്കെ, എത്രയാണ്? 3000. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഇനി അടുത്തെന്താ? ഹൗ മച്ച് മോർ എമൗണ്ട് ദ സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 9 ഗീവ് ടു ചാരിറ്റി ദാൻ ക്ലാസ് 8? 8ാം ക്ലാസ്സിലെ കുട്ടികളേക്കാൾ എത്ര തുകയാണ് 9ാം ക്ലാസ്സിലെ കുട്ടികൾ സംഭാവന നൽകിയത്? അപ്പോൾ എത്രയാണ്?
അപ്പോൾ നമുക്ക് 8ാം ക്ലാസ്സിലെയും കാണണം 9ാം ക്ലാസ്സിലെയും കാണണം. അപ്പോൾ 8ാം ക്ലാസ് നമുക്ക് നോക്കാം. ഇവിടെ എത്രയാണ്? ഇവിടെ 800 ഓക്കെ, 800. പിന്നെ അതേപോലെ തന്നെ 800. ഇവിടെ എത്രയാണ്? 1600 അല്ലേ? 1600. അപ്പോൾ 1600ഉം 800ഉം കൂട്ടിയാൽ എത്രയാണ്? 2400. ക്ലാസ് 8 2400. ഇനി ക്ലാസ് 9 എത്രയാണെന്ന് നോക്കാം. ക്ലാസ് 9 എത്രയാണ്? ഇവിടെ എത്രയാണ്? ഇത് 1700 അല്ലേ? സെക്കൻഡിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ 1700. 1700ഉം പിന്നെ എത്രയാണ്? 9ാം ക്ലാസ്സിലെ കുട്ടികൾ 1700ഉം പിന്നെ ഇതെത്രയാണ്? 1000ഉമാണ്. അപ്പോൾ 1700ഉം 1000ഉം 2700. അപ്പോൾ 9ാം ക്ലാസ്സിലെ കുട്ടികൾ 2700ഉം 8ാം ക്ലാസ്സിലെ കുട്ടികൾ 2400ഉം ആണ് തന്നത്. ഇവിടെ ചോദ്യം എന്താണ്? 9ാം ക്ലാസ്സിലെ കുട്ടികൾ സംഭാവന നൽകിയ 8ാം ക്ലാസ്സിലെ കുട്ടികളേക്കാൾ എത്ര കൂടുതലാണെന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2700ന്ന് 2400 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ എത്രയാണ്? 300 രൂപയാണ് കൂടുതലായിട്ട് സംഭാവന ചെയ്തത്. ഇനി അടുത്തത് ഒരേ തുക ലഭിച്ച ക്ലാസ്സുകൾ കണ്ടെത്തി തുക എഴുതുക. അപ്പോൾ ഒരേ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇത് കാണണം അല്ലേ? ഒരേ ക്ലാസ് നമ്മൾ അപ്പോൾ ഇതിങ്ങനെ നോക്കുക നിങ്ങൾ. 1200, ഇത് 1800. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരേ തുക നൽകിയ കുട്ടികൾ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ടർ ടാങ്ക്. ചതുരാകൃതിയിലുള്ള ഒരു വാട്ടർ ടാങ്കിൻ്റെ അകത്തെ നീളം 5 മീറ്റർ, വീതി 2 മീറ്റർ, ഉയരം 1 മീറ്റർ എന്നിങ്ങനെയാണ്. ഈ ടാങ്കിൽ നിലവിൽ 50 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. ടാങ്കിൻ്റെ അകത്തെ വ്യാപ്തം എത്ര? ടാങ്കിൽ ഇപ്പോഴേ വെള്ളം എത്ര ലിറ്റർ വെള്ളം കൂടി ഉണ്ടെങ്കിൽ ടാങ്ക് നിറയും. A rectangular water tank has its inner length 5 meter, breadth 2 meter and height 1 meter. The tank contains water at height of 50 centimeter. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയൊക്കെ മീറ്ററിലാണ് കൊടുത്തത്, ഇവിടെ ഒരു 50 സെൻറ്റിമീറ്ററിലുമാണ് കൊടുത്തതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിൽ എന്താണ് സ്കെയിലിൽ വ്യത്യാസമുണ്ട്. ഇതൊക്കെ മീറ്ററിലുമാണ്, ഇത് സെൻറ്റിമീറ്റർ, ഇത് മാത്രം സെൻറ്റിമീറ്ററിലാണ് കൊടുത്തത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക്. രണ്ടാമത്തെ ചോദ്യം ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് ദർ ഇൻ ദ ടാങ്ക്. ഹൗ മച്ച് മോർ വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ ദ ടാങ്ക്. അപ്പോൾ നമുക്കറിയാം കപ്പാസിറ്റി കാണാൻ നമ്മൾ എന്താണ് സൂത്രവാക്യം എന്താണ്? കപ്പാസിറ്റി അഥവാ വ്യാപ്തം കാണാൻ എന്താ ചെയ്യാം? കപ്പാസിറ്റി അഥവാ വ്യാപ്തം കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് കപ്പാസിറ്റി കിട്ടുക. വ്യാപ്തം കാണാനുള്ള സൂത്രവാക്യം നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മുടെ മെഷർമെൻറ്റ്സ്? 5 മീറ്റർ ഉണ്ട്, 2 മീറ്റർ ഉണ്ട്, 1 മീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് 5 മീറ്റർ 1 മീറ്റർ 2 മീറ്ററിന് എഴുതാം. അപ്പോൾ 5 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പോൾ 5ഉം 2 10, 10 ഗുണിക്കണം 1 10. അപ്പോൾ 10 മീറ്റർ ക്യൂബാണ്, m³ നമുക്ക് കിട്ടിയത്. 10 ക്യൂബിക് മീറ്ററാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എത്രയാണ്? 10 മീറ്റർ ക്യൂബ്. ഓക്കെ, 10 m³ നമുക്ക് ആൻസർ കിട്ടിയത്. വളരെ സിമ്പിളാണ്. വ്യാപ്തം കാണേണ്ട സൂത്രവാക്യം നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇനി അടുത്തത് എന്താണ്? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ദ വാട്ടർ ഈസ് ദർ ഇൻ ദ ടാങ്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ 10 മീറ്റർ ക്യൂബാന്ന് പറഞ്ഞു, അതിനെ നമ്മൾ ലിറ്ററിലേക്ക് ആക്കുകയാണ്. അപ്പം 10,000 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് 10 ഇൻറ്റു 1000 എന്ന് പറയുമ്പോൾ 10,000. ഓക്കെ, 10,000നെ നമ്മൾ 50 സെൻറ്റിമീറ്ററാണ് ഇവിടെ എന്തുള്ളത്? 50 സെൻറ്റിമീറ്ററാണ് എന്തുള്ളത്? 50 സെൻറ്റിമീറ്ററാണ് ഇവിടെ ഹൈറ്റ് ഉള്ളത്. അതായത് 1 മീറ്റർ എന്ന് പറയുമ്പോൾ ഇത്രയാണ്, 50 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പകുതി വരെയാണ് ഉള്ളത് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് 10,000നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ്? 5,000 ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ, 5,000 ലിറ്റർ എന്ന് കിട്ടും. അപ്പോൾ 5,000 ലിറ്ററാണ്. ഇനി എത്ര ലിറ്റർ വേണമെന്നറിയാൻ? 10,000 ലിറ്ററിൻ്റെ ടാങ്കാണ് അല്ലേ? അപ്പോൾ ഇവിടെ 5,000 ലിറ്ററാണ്, അതായത് ഹാഫേ ഉള്ളൂ. അപ്പോൾ ഇനി എത്ര ടാങ്ക് എന്നറിയാൻ എത്ര വേണം? 5,000 ലിറ്റർ. സിമ്പിളാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The following table shows the number of rectangle and the number of matchstick needed to. ഇവിടെ നോക്കൂ ഫിഗർ, നമ്പർ ഓഫ് ട്രയാങ്കിൾസ്, നമ്പർ ഓഫ് മാച്ച്സ്റ്റിക്ക്, റിലേഷൻസ്. ഓക്കെ, ഇവിടെ നോക്കാം.
ആദ്യത്തെ ഒരു ചതുരക്കട്ടയാണുള്ളത് അല്ലേ, ഒരു ചതുരാണുള്ളത്. അപ്പോൾ കമ്പുകളുടെ എണ്ണം എത്രയായിരുന്നു? 4. ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ കമ്പുകളുടെ എണ്ണം 1 2 3 4 5 6 7 7. ഇവിടെ 3 റെക്റ്റാങ്കിൾ ഉണ്ട്. അപ്പോൾ 10. അപ്പോൾ റിലേഷൻ എങ്ങനെയാണ് പോയിരിക്കുന്നത്? 3 × 1 + 1, 3 × 2 + 1, 3 × 3 + 1, ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇനി നാലാമത്തത് എങ്ങനെയായിരിക്കും? നാലാമത്തതിൻ്റെ റിലേഷൻ എങ്ങനെയായിരിക്കും? നാലാമത്തതിൻ്റെ റിലേഷൻ എങ്ങനെ നമുക്ക് എഴുതാം? ഇവിടെ നമുക്ക് ചതുരക്കട്ട വരയ്ക്കാം. 4 എണ്ണം നമ്മൾ വരയ്ക്കണം. ഓക്കെ, 4 എണ്ണം നമ്മൾ വരച്ചു. 4 എണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പുകളുടെ എണ്ണം എത്രയായിരിക്കും? കമ്പുകളുടെ എണ്ണം 13 ആയിരിക്കും. അതെങ്ങനെ കിട്ടി? അതെങ്ങനെയാണ് കിട്ടിയത്? 3 × 4 + 1 അല്ലേ? അപ്പോൾ 3 × 4 എന്ന് പറഞ്ഞാൽ 12, 12 + 1 13, അങ്ങനെ കിട്ടി. ഇനി നമുക്ക് അടുത്തത് 5 റെക്റ്റാങ്കിൾസ്, ചതുരങ്ങൾ വരയ്ക്കുക. അപ്പോൾ 5 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ആൻസർ? 3 × 5 + 1, 3 × 5 + 1. അപ്പോൾ 3 × 5 എന്ന് പറഞ്ഞാൽ 15, 15നോട് 1 കൂട്ടിയാൽ 16. അപ്പോൾ 5ൻ്റെ 16. അപ്പോൾ ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ വളരെ എളുപ്പമാണ്. ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കിട്ടുന്ന ആൻസറാണ് നമുക്ക് ഇതിനൊക്കെ ഉള്ളത്. ഇനി നമുക്ക് ഇത് ഇവിടെ ചോദിച്ചത് 10 ചതുരങ്ങൾ ഉണ്ടാക്കാൻ എത്ര കമ്പുകൾ വേണം എന്നാണ്. അപ്പോൾ നമുക്ക് ഈസിയാണ്. 10 ചതുരങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3 × 10 × 1. അപ്പോൾ 3 × 10 30, 30 1 31. ഇനി 11 ചതുരങ്ങൾ ഉണ്ടാക്കാനെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ 10ൻ്റെ സ്ഥാനത്ത് 11 ഇട്ട് കൊടുത്താൽ മതി. വളരെ സിമ്പിളാണ്. ഇനി ചതുരങ്ങളുടെ എണ്ണവും കമ്പുകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധങ്ങൾ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമ്മളോട് സൂചിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അക്ഷരങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിച്ചാൽ എന്താ നമുക്ക് കിട്ടുക? എഴുതാം. മാത്സിക്കാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ m = നമ്മൾ 3 × എന്താണ് 6 അല്ലേ? റെക്റ്റാങ്കിൾ എത്രയാണോ അതാണ് നമ്മൾ ഇൻറ്റു ചെയ്തത്. അപ്പോൾ 3 × r + 1. അപ്പോൾ നമുക്ക് 3r + 1 എന്ന് ഇങ്ങനെ എഴുതാം. 3r + 1, അത് മനസ്സിലായല്ലോ. 3 × r + 1, അതായത് 3 എന്ന് പറയുന്നത് ഇവിടെ ഉള്ളത് 3, പിന്നെ ചതുരങ്ങളുടെ എണ്ണമാണ് 6 എന്ന് പറയുന്നത്, റെക്റ്റാങ്കിൾ, അല്ലെങ്കിൽ 3 × n + 1. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. 3 × n + 1 എന്ന് കൊടുക്കാം. അപ്പോൾ 3 × r + 1. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എന്താണ്? ഡെസിമൽ ഫോം ആക്കാനാണ്. വളരെ സിമ്പിളാണ്. വളരെ സൂക്ഷിച്ച് ചെയ്താൽ നിങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടതാണ്. അപ്പോൾ നമുക്കറിയാം. ഇവിടെ നോക്കൂ, ആദ്യത്തെ ചോദ്യം 4.3 cm ഈസ് ആഡഡ് ടു 0.24 cm. ആൻസർ ഫൗണ്ട് 4 സ്റ്റുഡൻസ് ആർ ഗിവൺ ബിലോ. ഹൂ റൈറ്റ്സ് ദ കറക്റ്റ് ആരാണ് എഴുതിയെന്ന്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? 4.3 ആണ് അല്ലേ? 4.3. അതിനോട് എന്താണ്? 0.24 ആണ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് പോയിൻ്റ് കഴിഞ്ഞിട്ട് 24 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ 4, ഇവിടെ 3ഉം 2ഉം കൂട്ടിയാൽ 5, 3 + 2 5, പിന്നെ ഇവിടെ നമ്മൾ പോയിൻ്റ് ഇട്ട് കൊടുത്തു, ദശാംശം ഇട്ട് കൊടുത്തു, 4. അപ്പോൾ ഇതാണ് ആൻസർ 4.54. അപ്പോൾ ഇവിടെ ചെയ്തത് അനു ആണ് കറക്റ്റായിട്ട് ചെയ്തത്, 4.54 cm. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2.65 × 100. അപ്പോൾ 2.65 × 100നെ നമ്മൾ എന്താ ചെയ്യുക? 2.65 × 100 വളരെ സിമ്പിളാണ്. നമ്മളെങ്ങനെയാണ് ചെയ്യേണ്ടത്? പോയിൻ്റ് ഇവിടെ എഴുതി കൊടുക്കുക, 65 × 100. അപ്പോൾ ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ ഈ 2 ഡെസിമൽസ് ഇല്ലേ, അത് നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ ഇവിടെ 2 zeros ആണുള്ളത്. അപ്പോൾ നമുക്ക് പ്രശ്നമില്ല, 2 പ്ലേസ് മുന്നോട്ട് പോകും. അപ്പോൾ 265 എന്നാണ് നമുക്ക് ആൻസർ വരിക. അതേസമയം നമ്മൾ വേറൊരു കേസ് എടുക്കുകയാണ്. 2.65 × 10 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു 0 ഉള്ളൂ. അപ്പോൾ ഒരു പ്ലേസേ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ 26.5. ഇതിപ്പം 2 zeros വന്നതിനെ കൊണ്ട് 2 പ്ലേസ് മുന്നോട്ട് പോകും. അപ്പം
265. മനസ്സിലായല്ലോ, വളരെ സിമ്പിളാണ്. ഇനി അടുത്തത് എന്താണ്, വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 1/1000? 1/1000ൻ്റെ ഡെസിമൽ ഫോം ഏതാണെന്നാണ്. അപ്പോൾ ഇവിടെ എത്രയുണ്ട്? ഇവിടെ നോക്കുക, എത്ര സീറോസ് ഉണ്ട്? ഇവിടെ 3 സീറോസാണ് ഉള്ളത്. അപ്പം നമ്മുടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് നമുക്ക് 3 പ്ലേസ് വേണം. അപ്പം 1/1000. അപ്പോൾ ആൻസർ 1 ആണെന്ന് നമുക്കറിയാലോ. എത്ര സീറോസ് ഉണ്ട് എന്നുള്ള കൺഫ്യൂഷനാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വേണ്ട. 3 സീറോസ് ഉള്ളത് കൊണ്ട് 3 പ്ലേസസ് വേണം. അപ്പോൾ 001 0.001. അപ്പോൾ കറക്റ്റ് ആൻസർ ഇതാണ്. അപ്പോൾ 1000 എത്രയാണ്? അതായത് 1000ൽ എത്ര സീറോസ് ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ പ്ലേസ് വാല്യൂ വരിക. അപ്പോൾ അതേസമയം ഇവിടെ നോക്കൂ, 1/10,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എത്ര പ്ലേസ് വേണം? പോയിൻ്റ് കഴിഞ്ഞിട്ട് നമുക്ക് 4 പ്ലേസ് വേണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഇതായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മളെ ചോദ്യം 1/1000 ആണ്. അപ്പോൾ എത്ര ഉണ്ട്? അപ്പോൾ ഒരു 0 ഉള്ളൂ. അപ്പോൾ 3 സീറോസേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പം 3 സീറോസ് ഉണ്ടാകുമ്പം ദശാംശം കഴിഞ്ഞ് 3 പ്ലേസ് ഉണ്ടാവണം, 3 പ്ലേസ് ഉണ്ടാവണം. അതിന് നമ്മുടെ ആൻസർ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഈസ് ദ ഫ്രാക്ഷണൽ ഫോം ഓഫ് 0.70? ഇതിൻ്റെ ഫ്രാക്ഷണൽ ഫോം എത്രയാണ്? അപ്പോൾ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? 0.70 ആണ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 0.70 എന്ന് പറയുമ്പോൾ ഇവിടെ 2 സീറോസ് ഉണ്ടാവും. 0.70 ആണ്. അപ്പോൾ നമ്മൾ ഇൻറ്റു 100 ചെയ്യുമ്പം 70/100 വരും. അപ്പോൾ ഇവിടെ 70/100 ഇവിടെ എവിടെയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സീറോസ് കട്ട് ചെയ്യാം. ഒരു 0 ഇവിടെയും കട്ട് ചെയ്തു, ഒരു 0 ഇവിടെയും കട്ട് ചെയ്തു. അപ്പോൾ 7/10. അപ്പോൾ 7/10 ഇത് കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ഇതിനെ ഡെസിമൽ ഫോമിലേക്ക് എഴുതാം. നമ്മൾ 0.70 ആണ്. അപ്പോൾ നമ്മൾ 2 സീറോസാണ് താഴെ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ പോയിൻ്റ് എന്താവും? ഇപ്പുറത്തേക്ക് എത്തും. അപ്പോൾ 70/100 ആണ് നമുക്കുള്ളത്. പക്ഷെ അത് ആൻസറിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തു. അപ്പോൾ 7/10. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിളവെടുപ്പ്, ഹാർവെസ്റ്റിംഗ്. ദ ആവറേജ് മന്ത്ലി ഹാർവെസ്റ്റ് ഓഫ് ടാപ്പിയോക്ക ഓഫ് ദ ഇയർ 2018 ഇൻ ചെറുതായം പഞ്ചായത്ത് ഈസ് 750 ക്വിൻ്റൽ. 750 ക്വിൻ്റലാണ് ഒരു മാസം ശരാശരി ആവറേജ് കിട്ടിയിരിക്കുന്നത്. എത്രയാണ്? 750 ക്വിൻ്റലാണ്. ദ ഫസ്റ്റ് സ്പെൽ ഓഫ് ഹാർവെസ്റ്റ് വാസ് ഫ്രം ജൂൺ ടു സെപ്റ്റംബർ 4 months. They got 2400 ക്വിൻ്റൽ. അപ്പോൾ ആദ്യത്തെ ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള 4 മാസങ്ങളിലാണ്. ശരാശരിയാണ് 750. 4 മാസങ്ങളിൽ അവർക്ക് കിട്ടിയത് 2400 ക്വിൻ്റലാണ്. 2400 ക്വിൻ്റൽ മരിച്ചീനിയാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചോദ്യം നോക്കും, വാട്ട് ഈസ് ദ ആവറേജ് മന്ത്ലി ഹാർവെസ്റ്റ് ഓൺ ദ ഫസ്റ്റ്? അപ്പോൾ ആദ്യത്തെ ഹാർവെസ്റ്റിലുള്ള അവരുടെ ആവറേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ആവറേജ് മന്ത്ലി ആദ്യത്തെ ചോദ്യം എന്താണ്? 4 മാസം ഒന്നാം വിളവെടുപ്പിൽ ഒരു മാസം ശരാശരി എത്ര ക്വിൻ്റൽ മരിച്ചീനി ലഭിച്ചിട്ടുണ്ടാവും? ഒന്നാം വിളവെടുപ്പിൽ എത്രയാണ്? 2400 നമുക്ക് കിട്ടിയത്. അതിവിടെ 4 മാസം എന്നാണ് പറഞ്ഞത്. നമ്മുടെ ആവറേജ് കാണാൻ ആകെ ബൈ എണ്ണമാണ്, ടോട്ടൽ ബൈ നമ്പർ. അപ്പോൾ ടോട്ടൽ ഇവിടെ എത്രയാണ്? ടോട്ടൽ ബൈ നമ്പർ എന്ന് ചോദിക്കുമ്പോൾ 2400/4, അതായത് 2400 ഹരിക്കണം 4. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 600 കിട്ടും. അപ്പോൾ ആദ്യത്തേതിൽ എത്രയാണ്? നമ്മുടെ ഒന്നാം വിളവെടുപ്പിൽ ഒരു മാസം എത്ര ലിറ്റർ? ഒന്നാം വിളവെടുപ്പ് എന്ന് പറയുന്നത് 2400 4 മാസം കൊണ്ടാണ്. അപ്പോൾ ശരാശരി 600. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് ടാപ്പിയോക്ക ഹാർവെസ്റ്റഡ് ഇൻ 2018? അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 750 ശരാശരി. അത് 12 മാസത്തിലാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ശരാശരി ടോട്ടൽ കാണാൻ എന്താ ചെയ്യേണ്ടത്? 750 × 12. അപ്പോൾ 200, 2 5s are 10, ബാലൻസ് 1 വന്ന് അത് ഇവിടെ കൊടുത്തു. 2 7s are 14.
അപ്പം 14 + 1 15. അതായത് 2 0 0 2 5 10 ബാക്കി 1 2 7 14 14 1 1500. ഇനി 1 0 0 1 5 5 1 7 7. ഇനി നമ്മളിത് കൂട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 9000. അപ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള ടാപ്പിയോക്ക എത്രയാണ്? 9000 ആണ്. അതെങ്ങനെ കിട്ടി? 750 × 12 ചെയ്തപ്പോൾ. ഓക്കെ, ഇനി അടുത്ത മാസം നമുക്ക് 2400 പറഞ്ഞു. അപ്പോൾ ഇത് 12 മാസത്തേക്കുള്ളതാണ്. 9000 ക്വിൻ്റൽ. ആദ്യത്തെ മാസം എത്രയാണ് പറഞ്ഞത്? 4000 ആണ് കിട്ടിയതല്ലേ? സോറി, 2400 കിട്ടിയത്. ആദ്യത്തെ മാസം 2400, 4 മാസത്തേക്ക്. അപ്പം നമുക്ക് ഇനി കാണേണ്ടത് 8 മാസത്തേക്കുള്ള ശരാശരിയാണ് നമുക്ക് കാണേണ്ടത്, 8 മാസത്തേക്കുള്ള ആവറേജ്. അപ്പോൾ നമ്മളിത് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. 0 0 കുറച്ച് 10 - 4 പോയാൽ 6. പക്ഷെ നമ്മളിവിടെ ബോറോ ഒരു കടം കൊടുത്താണ്. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 8. 8 - 2 പോയാൽ 6. അപ്പോൾ എത്ര ഇനി ബാക്കിയുള്ളത്? 6600. അതായത് 9000 ആണ് ഒരു കൊല്ലം കിട്ടിയത്. അതിൽ ആദ്യത്തെ ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് 2400 ആണ്. ഇനി നമുക്ക് ബാക്കി 8 മാസത്താണ് കണ്ടത്. അത് 6600 ആണ്. ഇനി 6600ൻ്റെ ശരാശരി നമ്മളെങ്ങനെ കാണാം? ബാക്കിയുള്ള 8 മാസം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 6600നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 825 ആണ്. അപ്പോൾ ബാക്കിയുള്ള 8 മാസത്തേക്കുള്ള ശരാശരി എത്രയാണ്? 825 ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സ്പോർട്സ് മീറ്റ്. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ സ്റ്റുഡൻസ് ഇൻ എ ലോങ് ജംപ് കോമ്പറ്റീഷൻ ഇൻ എ സ്കൂൾ സ്പോർട്സ് മീറ്റ് ഈസ് ഗിവൺ ബിലോ. അപ്പോൾ 3 മീറ്റർ 4 5 സെൻറ്റിമീറ്റർ, 3 മീറ്റർ 50, 3 മീറ്റർ 5 സെൻറ്റിമീറ്റർ, 3 മീറ്റർ 30 സെൻറ്റിമീറ്റർ. അപ്പം റൈറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഈച്ച് സ്റ്റുഡൻസ് ഇൻ ഡെസിമൽ ഫോം. ഹൂ കവേർഡ് ദ ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ്? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലോങ്ങസ്റ്റ് ആൻഡ് ഷോർട്ടസ്റ്റ്. ഓരോരുത്തരും ചാടിയ ദൂരം ദശാംശ രൂപത്തിൽ മീറ്ററിൽ എഴുതുക. ഇവിടെ സെൻറ്റിമീറ്റർ ആണ്, അത് മീറ്ററിൽ എഴുതാനാണ്. ഏറ്റവും കൂടുതൽ ദൂരം ചാടിയ കുട്ടി ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഏറ്റവും കൂടുതൽ ദൂരം ചാടിയ കുട്ടിയും കുറഞ്ഞ ദൂരം ചാടിയ കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് എഴുതുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് മീറ്ററിലേക്ക് എഴുതണം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ്. ഇതാ നോക്കൂ, 3 മീറ്റർ എന്ന് പറയുമ്പോൾ 3 മീറ്റർ തന്നെ ഉണ്ട്, 0.45 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി അടുത്തത് 3.50. ഇനി 3 മീറ്ററും 5 ആണുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, 5 സെൻറ്റിമീറ്റർ ആണുള്ളത്. അപ്പോൾ നമ്മൾ 0.05 ആണ് ഇടേണ്ടത്. 0.05 ആണ്. അപ്പോൾ ഇത് തമ്മിൽ 3.5 മീറ്ററും 3.05 ഇത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്, അത് തെറ്റിപ്പോയത്. പിന്നെ അടുത്തത് 3.30. ഓക്കെ, ഏറ്റവും കൂടുതൽ ദൂരം ചാടിയ കുട്ടി ഏതാണ്? 3.50 ചാടിയ കുട്ടി ആരാണ്? റഹീമാണ് ഏറ്റവും കൂടുതൽ ദൂരം. ഇനി ഏറ്റവും കൂടുതൽ ദൂരം ചാടിയ കുട്ടിയും ഏറ്റവും കുറവ് ദൂരം ചാടിയ കുട്ടിയും തമ്മിലുള്ള ദൂരത്തിൻ്റെ ഡിഫറൻസ് എത്രയാണ്? അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആരാ ചാടിയത്? റഹീമാണ് ചാടിയത്, 3.50. ഏറ്റവും കുറഞ്ഞത് 3.05. ഒരു കൺഫ്യൂഷൻ ഇവിടെ ഇതേ ഉള്ളൂ. ഇത് കൺഫ്യൂഷൻ ആവരുത്, അല്ലെങ്കിൽ മൊത്തത്തിൽ തെറ്റിപ്പോവും. അപ്പം 10 - 5 പോയാൽ 5. ഇവിടെ ബാലൻസ് 4 ആണുള്ളത്. 4 - 0 പോയാൽ 4. ഇവിടെ നമ്മൾ ദശാംശം ഇട്ട് ഇവിടെ 0. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 0.45 സെൻറ്റിമീറ്റർ. വളരെ എളുപ്പമുള്ളതാണ്. അപ്പം നമ്മൾ വളരെ എളുപ്പമുള്ളതാണ്. ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോസ് ഈ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക. ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും ഒക്കെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഫസ്റ്റ് ടൈമിലുള്ള, സെക്കൻഡ് ടൈമിലുള്ള, തേർഡ് ടൈമിലുള്ള 3 ടൈമും കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ആനുവൽ എക്സാമിന് ചോദ്യം വരിക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാവും. ഫുൾ ചാപ്റ്റർ റിവിഷൻ ചെയ്യണം. അതിന് നേരമില്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.